കണ്ണൂരിനെ കുറിച്ച് നമുക്കറിയാം. LDFന്റെ കോട്ടയായി അറിയപ്പെടുന്ന കണ്ണൂര്, അവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ പോലും LDFനെ തോൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് എപ്പോഴും കോൺഗ്രസിന്റെ വെല്ലുവിളി തന്നെയായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ അത് കണ്ടിരുന്നു എന്നുള്ളതാണ്. ഇന്നിപ്പോൾ പാർട്ടിക്കെതിരെ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് 4ഓളം നേതാക്കളെ കോൺഗ്രസ് പുറത്താക്കിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു പുറത്താക്കലിന്റെ ആവശ്യകത എന്തായിരുന്നു? അങ്ങനെ മാറ്റി നിർത്തേണ്ട, പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച കുറെ ആളുകളെ മാറ്റി നിർത്തിയത് കൊണ്ട് കോൺഗ്രസ് എന്താണ് നേടുന്നത്? ഇതിൽ പുറത്താക്കിയ നേതാക്കളുടെ പേര് ഞാൻ പറയാം. DCC എക്സിക്യൂട്ടീവ് അംഗം കാപ്പാടൻ ശശി, മൈനോറിറ്റി കോൺഗ്രസ് ജില്ലാ ചെയർമാൻ KR അബ്ദുൽ ഖാദർ, പ്രാദേശിക നേതാക്കളായ സതീശൻ കടാങ്കോട്, രഘുനാഥ് തളിയിൽ എന്നിവർക്കെതിരെയാണ് നടപടി. ജില്ലാ കോർ കമ്മിറ്റിയാണ് നടപടി എടുത്തിട്ടുള്ളത്. ഇതിൽ രഘുനാഥ് തളിയിൽ എന്ന വ്യക്തിയായിരുന്നു ആന്തൂരിലുള്ള സ്ഥാനാർത്ഥിയുടെ നിർദ്ദേശകൻ. അപ്പോൾ വരണാധികാരിക്ക് മുന്നിൽ പത്രികയിൽ താൻ ഒപ്പിട്ടിട്ടില്ല എന്ന് വരണാധികാരിയോട് പറഞ്ഞതുകൊണ്ട് ഈ സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിപ്പോയി. അത് ഗൗരവകരമായ ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന വിഷയം എന്ന് പറയുന്നത്, ജനാധിപത്യം കുറച്ചെങ്കിലും അല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ നോക്കിക്കാണുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇടതുപക്ഷമാണെങ്കിൽ അവിടെ ഏകാധിപത്യ ഭരണമാണെന്നും വാതുറന്ന ഒരു കാര്യം പറയാൻ കേൾപ്പില്ലാത്ത അല്ലെങ്കിൽ പറയാൻ സാധിക്കാത്ത ഒരു രീതിയാണ് അവരുടെ പ്രവർത്തകർക്കുള്ളത് എന്ന് നമുക്കറിയാം. പക്ഷെ കോൺഗ്രസിലേക്ക് വരുമ്പോൾ അവിടെ ഉത്തമമായ ജനാധിപത്യമുണ്ട്. ഇപ്പോൾ ഒരു തെറ്റ് ചെയ്താൽ ശാസിക്കും, അവർക്ക് തിരിച്ചു പറയാം. ഇപ്പോൾ ഈ പറഞ്ഞ സ്വാതന്ത്ര്യമുള്ള ഒരു പാർട്ടിയായിരുന്നു. തീർച്ചയായും രഘുനാഥ് തളിയിൽ തന്നെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, താൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന്. അതിനെക്കുറിച്ചുള്ള ബാക്കി കാര്യങ്ങളെല്ലാം സംഘടനാ തലത്തിൽ ഉള്ളിൽ തന്നെ കാര്യങ്ങൾ കൊണ്ടുപോകുന്നതാണ് കോൺഗ്രസിന്റേതായ ഒരു രീതി എന്ന് പറയുന്നത്. ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു കോൺഗ്രസ് എന്ത് ഭംഗിയായാണ്, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കണ്ടത്. അത്രയധികം നല്ലൊരു സ്ട്രാറ്റജിയോടുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ കണ്ടത്. എന്നിട്ടും ഈ തിരഞ്ഞെടുപ്പിൽ വിജയിക്കാതിരിക്കാൻ അല്ലെങ്കിൽ തോൽവി ഏറ്റുവാങ്ങാനായിട്ട് ഉള്ളിൽ നിന്ന് തന്നെ പുഴുക്കുത്തുകൾ ഉണ്ടായിരുന്നു എന്നത് കോൺഗ്രസ് തിരിച്ചറിയുന്നു. അത്തരം ആൾക്കാരെ നമുക്കിനി വേണ്ട എന്ന ശക്തമായ നിലപാടെടുക്കുന്നു, അവരെ പുറത്തേക്കാക്കുന്നു. പക്ഷെ അപ്പോൾ പോലും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ചെറിയ പിഴവുകൾ സംഭവിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടിരുന്ന ഒരു സ്ഥാനാർത്ഥി T പ്രകാശ്, സ്ഥലം ഞാൻ ഓർക്കുന്നില്ല, അദ്ദേഹം ഇത്തരത്തിൽ കോൺഗ്രസിൽ നിന്നും കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് ശേഷം, അതായത് പ്രാദേശിക ഘടകം അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ നേതൃത്വം ഇടപെട്ടുകൊണ്ട് അദ്ദേഹത്തെ മാറ്റി നിർത്തുകയായിരുന്നു ചെയ്തത്. പക്ഷേ അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു താൻ അവിടെ നിന്നാൽ വിജയിക്കുമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു വാശിപ്പുറത്ത് അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കുകയും 119 വോട്ട് ഭൂരിപക്ഷത്തിൽ അദ്ദേഹം വിജയിച്ച കാര്യം നമ്മൾ കണ്ടു. അതിനുശേഷം അദ്ദേഹം ചെയ്ത കാര്യമാണ് യഥാർത്ഥത്തിൽ പാർട്ടിയോടുള്ള സ്നേഹം എന്ന് നമുക്ക് എടുത്തു പറയേണ്ടത്. അദ്ദേഹം താൻ വിജയിച്ചതിന് ശേഷം അദ്ദേഹം വീണ്ടും കോൺഗ്രസിലേക്ക് പോകുന്നതും അല്ലെങ്കിൽ കോൺഗ്രസിന്റെ വിജയമായി അതിനെ കണക്കാക്കുന്ന ഒരു രീതി, പാർട്ടിയെ കൈവിടാതെയുള്ള ചില പ്രവർത്തകർ, ചില നേതാക്കന്മാർ, നമുക്ക് അവരെ ഒന്നും കണ്ടില്ലെന്ന് അടിക്കാൻ സാധിക്കില്ല. ഇപ്പോ ഇവിടെ ഇത്തരത്തിലുള്ള ഒരു വ്യക്തി രഘുനാഥ് തളിയിൽ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ചെയ്തതാണെങ്കിൽ എന്താണ്, പിന്നീട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയാണ്, ഇതിൽ പാർട്ടി ചെയ്തത് ഇങ്ങനെയൊക്കെയാണ്, എന്റെ മക്കൾക്ക് നൽകേണ്ടിരുന്ന അല്ലെങ്കിൽ അവർക്ക് ലഭിക്കേണ്ടിരുന്ന ലക്ഷങ്ങളും സമയവും ഞാൻ പാർട്ടിക്ക് കൊടുത്തിട്ടും പാർട്ടി എന്നോട് നന്ദികേട് കാണിച്ചു. പക്ഷെ അതിനപ്പുറത്തേക്ക് കോൺഗ്രസ് പാർട്ടിയാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായങ്ങൾ തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ എന്നാൽ പോലും ഇത്തരത്തിൽ പാർട്ടിയെ കരിവാരിത്തേക്കുന്ന ഒരു രീതി അത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. അത് ഏത് പാർട്ടി ആയിക്കോട്ടെ. ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്തൊക്കെ നമ്മൾ ഒരുപാട് പേരെ കണ്ടിരുന്നു വിമതരാക്കി നിർത്തുന്നതും, അല്ലെങ്കിൽ പാർട്ടി തന്നെ അംഗീകരിച്ചില്ല, വർഷങ്ങളോളം അവിടെ ഭരിച്ചു, അവർ തന്നെ അധികാരത്തിൽ ഇരുന്നിട്ട് പിന്നീട് മറ്റൊരാൾക്ക് അവസരം കൊടുക്കട്ടെ, യുവാക്കൾക്ക് അവസരം കൊടുക്കട്ടെ, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് അവസരം കൊടുക്കട്ടെ, നിങ്ങളൊന്ന് മാറി നിൽക്കാമോ എന്ന് ചോദിക്കുമ്പോൾ നടക്കില്ല, ഞാൻ വിമതരായി മത്സരിക്കുമെന്ന് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന ഒരുപാട് ആളുകളെ നമ്മൾ കണ്ടിരുന്നു. അത്തരത്തിലുള്ള ആളുകളായിട്ട് മാത്രമല്ലേ നമുക്ക് ഈ ഒരു വ്യക്തിയും കൂട്ടാൻ സാധിക്കുള്ളൂ. തീർച്ചയായും ഇപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നല്ല ഭംഗിയായി നടത്തി, നല്ലൊരു തെരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു. നല്ലൊരു പ്രവർത്തനം കോൺഗ്രസ് കാഴ്ചവെച്ചു. ഇനി മുന്നോട്ടുള്ളത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. 6 മാസം മുന്നിലുണ്ട് എന്ന് പറഞ്ഞാൽ പോലും അത് ഒരു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് വളരെ ചെറിയൊരു കാലഘട്ടമാണ്. ഈ 6 മാസം കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. അപ്പോ ഈ 6 മാസത്തിനുള്ളിൽ ഈ പറഞ്ഞ പുഴുക്കുത്തുകൾ, നമുക്ക് പിന്നിൽ നിന്ന് കുത്തിയ മനുഷ്യരെയും കൂടെ നിൽക്കാത്ത മനുഷ്യരെയും തിരിച്ചറിഞ്ഞ് അവരെ മാറ്റി നിർത്തി ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുക എന്നുള്ള ഒരു ഉദ്യമമാണ് ഇപ്പോൾ കോൺഗ്രസിനുള്ളത്. അതിന്റെ ഒരു ഭാഗമായി മാത്രമാണ് ഈ മാറ്റി നിർത്തൽ അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കൽ എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരുപാട് ആളുകളെ കോൺഗ്രസ് പാർട്ടി ഈ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാറ്റി നിർത്തിയിട്ടുണ്ട്. തീർച്ചയായും എന്തിനധികം പറയുന്നു, ആരോപണം വന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ മാറ്റി നിർത്തിയ പാർട്ടിയാണ് കോൺഗ്രസ്. സ്വാഭാവികമായും അവർക്ക് പിന്നിൽ നിന്നൊരു കുത്തുവരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ കാല് വാരാൻ സാധ്യതയുണ്ട് എന്നുള്ള പ്രതീക്ഷ, ആ ഒരു ഭയമാണ് അവരെ കൊണ്ട് ഈ ഒരു ശരിക്കും കോൺഗ്രസ് ശക്തമായി തിരിച്ചു വരികയാണ് എന്നുള്ളതിന്റെ തെളിവല്ലേ ഇതെല്ലാം? അതെ, തീർച്ചയായിട്ടും. കാരണം
ഇന്നിപ്പോ നമുക്കറിയാം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നതിന് ശേഷമുള്ള ആദ്യ യോഗം ഇന്നാണ് ചേർന്നിട്ടുള്ളത്. അപ്പോൾ അതിനകത്താണെങ്കിൽ പോലും അല്ലെങ്കിൽ 100 ദിവസത്തിന്റെ കർമ്മ പദ്ധതി പുറത്തുവിടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങനെ ഇത്തരത്തിൽ പല പദ്ധതികളും പല തന്ത്രങ്ങളും മെനഞ്ഞുകൊണ്ട് രണ്ടും കൽപ്പിച്ചുകൊണ്ട് നിയമസഭയിൽ ഏത് വിധിയെയും വിജയിച്ചേ തീരൂ എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് കണ്ടു. അതിനപ്പുറത്തേക്ക് കോൺഗ്രസിന്റെ ഒരു പ്രസ്താവന എനിക്ക് മാത്രമല്ല പലർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടത് അമിത ആത്മവിശ്വാസം വേണ്ട, തദ്ദേശത്തിൽ കണ്ട ഫലം നോക്കിക്കൊണ്ട് നിയമസഭയിൽ വിജയിക്കുമെന്നുള്ള പ്രതീക്ഷ വേണ്ട, പ്രവർത്തിച്ചേ തീരൂ എന്ന് പറഞ്ഞ അവരുടെ ഒരു നിലപാടുണ്ട്. അതൊക്കെ നമുക്ക് ഒരിക്കലും എന്താണ് യഥാർത്ഥത്തിൽ CPM സംഭവിച്ച തെറ്റ് അത് ഇവിടെ കോൺഗ്രസ് ആദ്യമേ തിരുത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇത്തരത്തിലുള്ള ആളുകളൊക്കെ എത്രയൊക്കെ പുറത്തേക്ക് വന്ന് എത്രയൊക്കെ പാർട്ടിക്കെതിരെ പറഞ്ഞാലും പാർട്ടി വിശ്വസിക്കുന്നത് പോട്ടെ, അതിനപ്പുറത്തേക്ക് ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. CPM പ്രവർത്തകർ പോലും ഇത്തരത്തിലൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം വി.ഡി. സതീശൻ പറഞ്ഞതുപോലെ നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരനെ കണ്ടാൽ നിങ്ങൾ ചിരിക്കണം, കാരണം നമ്മുടെ വിജയത്തിൽ അവർക്കും പങ്കുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചിരുന്നത്. അതുപോലെ കണ്ണൂരിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനൊപ്പമാണ്. ലോക്സഭയിൽ നോക്കുകയാണെങ്കിൽ കണ്ണൂരിലെ MP ഒരു കോൺഗ്രസ്സുകാരനാണ്. അതെ, അപ്പോൾ നിയമസഭയിൽ മാത്രമാണ് ഇത്തരത്തിലൊരു പ്രശ്നം നിൽക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ 9 വർഷത്തെ 10 വർഷത്തെ ഭരണം കേരളത്തെ ഭരിച്ചു മുടിച്ച് ഇട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ഉറപ്പായും അവിടെ കോൺഗ്രസിന് ഒരു വലിയ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇത്തരത്തിലൊരു ചെറിയ വിഷയം ഉണ്ടായപ്പോൾ തന്നെ, ഇത് ചെറുതല്ല എന്നാലും ഒരു വിഷയം ഉണ്ടായപ്പോൾ തന്നെ ഒരാളെ മാറ്റി നിർത്തുന്ന ഒരു നിലപാടിലേക്ക്, അത് കണ്ണൂരിൽ മാത്രമല്ല ഹർഷൻ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിലെ എല്ലാ സ്ഥലത്തും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ പ്രവർത്തകരെയും പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുന്ന നടപടി കോൺഗ്രസ് ഇപ്പോൾ സ്വീകരിച്ചു വരികയാണ്. അല്ല, കണ്ണൂരിനെ സംബന്ധിച്ച് ഇത്തരത്തിലൊക്കെ പാർട്ടിക്കെതിരെ നിൽക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ വലിയൊരു പ്രതിസന്ധിയിലേക്ക് പാർട്ടി തള്ളിവിടുന്ന പോലെ. കാരണം നമ്മൾ കണ്ടിരുന്നു 14 ഇടങ്ങളിൽ 13 ഇടങ്ങളിലൊക്കെ ഇത്തരത്തിൽ എതിരില്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിജയിക്കുന്നവരെ നമ്മൾ കണ്ടു. ആ ഒരു സാഹചര്യത്തിൽ ബാക്കിയുള്ളിടത്തെങ്കിലും എങ്ങനെയും വിജയം കൈവരിച്ചേ തീരുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് LDF-ന്റെ കോട്ട തകർക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മുന്നോട്ട് പോകുമ്പോൾ ഇത്തരത്തിലുള്ള ചില പുഴുക്കുത്തുകൾ വന്നുകൊണ്ട് പാർട്ടിക്കെതിരെ പ്രവർത്തിക്കുക, പാർട്ടിക്കെതിരെ നിൽക്കുക, അങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഇവരെ മാറ്റി നിർത്തണം എന്നുള്ളത് പാർട്ടിക്കകത്തും പുറത്തും പാർട്ടിയെ സ്നേഹിക്കുന്ന, പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ പാർട്ടി ഇഷ്ടപ്പെടുന്ന പൊതുജനങ്ങൾക്ക് പോലും താല്പര്യം ഉണ്ടാകും എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതൊന്നും കൊണ്ടൊന്നും കാര്യമില്ല. നയത്തിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ തന്റെ തെറ്റെന്താണോ എന്നുള്ളത് കണ്ട് മനസ്സിലാക്കി അത് തിരുത്തി മുന്നോട്ട് പോയി വീണ്ടും പാർട്ടി അനുവദിക്കുകയാണെങ്കിൽ പാർട്ടിയിലേക്ക് ചേരാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്വതന്ത്രനായി നിന്നുകൊണ്ട് പൊതുപ്രവർത്തനങ്ങളിലേക്ക് നിന്നുകൊണ്ട് അദ്ദേഹം കുടുംബകാര്യങ്ങൾ മാത്രം നോക്കി മുന്നോട്ട് പോകാനാണ് താല്പര്യം എന്നൊക്കെയാണ് പറയുന്നത്. ഈ പറയുന്ന പോലെ അദ്ദേഹം ഒരു വൈകാരികമായ കുറിപ്പാണ് പങ്കുവച്ചിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ കഴമ്പുണ്ടെന്ന് തോന്നിയാൽ ഉറപ്പായിട്ടും തീരുമാനങ്ങൾ തിരുത്താൻ തയ്യാറായ പാർട്ടി കൂടിയാണ്. അതുകൊണ്ട് തന്നെ അവർ തീരുമാനിക്കട്ടെ, കണ്ണൂരിലെ ഘടകം ജില്ലാ കമ്മിറ്റി തീരുമാനിക്കട്ടെ എന്താണ് അവർ ചെയ്യേണ്ടതെന്നും ഈ പ്രശ്നത്തിന്റെ വ്യാപ്തി എത്രത്തോളമാണെന്നും അവർ തന്നെ തീരുമാനിക്കുന്നതാണ് ഇതിന്റെ ശരിക്കുമുള്ള നയം.